ബൈക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ RC 200ൻ്റെ ചാർജിങ് കംപ്ലൈൻ്റ് ആണ്. വണ്ടി ബാറ്ററിയിലേക്ക് ചാർജ് ഒരു ബാറ്ററി ചാർജ് ചെയ്ത് 10-15 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ വണ്ടി കട്ട് ഓഫ് വരും, നിൽക്കും. അപ്പോൾ എന്താണ് കാരണം, അതുപോലെ തന്നെ നമുക്കിതിൻ്റെ കോയിൽ എങ്ങനെ ഫിറ്റ് ചെയ്യാം, റെഗുലേറ്റർ എങ്ങനെ ഫിറ്റ് ചെയ്യാം നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ബാറ്ററീൻ്റെ വോൾട്ടാണ്. ബാറ്ററി പ്ലസും മൈനസിലും വെച്ച് മൾട്ടിമീറ്ററിൻ്റെ 12 വോൾട്ട് ചാർജ് ഉണ്ട്. നമുക്കൊന്ന് വണ്ടി ഷാർട്ടാക്കി നോക്കാം. ഷാർട്ടാക്കി നോക്കുമ്പോൾ വണ്ടിക്ക് ബാറ്ററിയുടെ ചാർജിങ് 10.40 11 ഇടയിലാണ്. അപ്പോൾ ഒരു ശരിയായ രീതിയിലുള്ള ചാർജിങ് അല്ല അത്. മിനിമം 13 മുകളിൽ വേണം, 14.40 അടുത്ത് വേണം ചാർജിങ് കപ്പാസിറ്റി. ആദ്യമായി അത് കയറാത്തത് കൊണ്ട് നമുക്ക് ആദ്യമായി ചെക്ക് ചെയ്യേണ്ട അതിൻ്റെ ഫ്യൂസാണത്. ഫ്യൂസ് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ കോയിൽ, മെയിൻ കോയിലിൻ്റെ വയറാണിത്. മെയിൻ കോയിലാണ് ചെക്ക് ചെയ്യേണ്ടത്. അത് 3 ഫേസ് കോയിലാണ്, 3 ഫേസാണ്. അപ്പോൾ 3 ഫേസ് കോയിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഒരു ബൾബ് വെച്ചിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യാറ്. ബൾബ് 35 വാട്ട്സിൻ്റെ ബൾബ് ഒരിക്കലും എടുത്ത് ചെക്ക് ചെയ്യരുത്. 12 വോൾട്ടിൽ 190ൻ്റെ ബൾബ് ഉപയോഗിച്ചിട്ട് വേണം ചെക്ക് ചെയ്യാൻ, മറ്റേത് ഫീസായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, കോയിലിൻ്റെ കറണ്ട് കറക്റ്റാണോ വരുന്നതെന്ന്. 3 ഫേസാണ്, അപ്പോൾ എർത്ത് വേറെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 3 ലൈനിൽ എവിടെ കൊടുത്താലും സാധനം കത്തും, കറണ്ട് വരുന്നുണ്ടെങ്കിൽ. ഷാർട്ടാക്കി നോക്കാം. ഫസ്റ്റ് ലൈന് ക്ലിയറാണ്, രണ്ടാമത്തെ ലൈനും ക്ലിയറാണ്. രണ്ടാമത്തെ സെക്ഷനിൽ കൊടുത്തു നോക്കാം. 2ഉം 3ഉം ക്ലിയറാണ്. അപ്പോൾ ഇതിൻ്റെ മാഗ്നറ്റിൽ നിന്ന് വരുന്ന കറണ്ട് 3ഉം ക്ലിയറാണ്. 3 ഫേസിലും കറക്റ്റായിട്ട് കറണ്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് ചെക്ക് ചെയ്യാനുള്ളത് റെഗുലേറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് അധികം റെഗുലേറ്ററിനാകാനാണ്. റെഗുലേറ്ററും കോയിലേ വരണമെന്നുള്ളൂ, ഫീസും. അത് രണ്ടും കംപ്ലയിൻറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ റെഗുലേറ്റർ തന്നെ. അപ്പോൾ റെഗുലേറ്ററിന് വരുന്നതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, എത്ര വോൾട്ട് ഉണ്ട് റെഗുലേറ്ററിന് ഔട്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടി റെഗുലേറ്ററിൻ്റെ ഔട്ട് കണക്ഷനാണിത്. അതൊരു റെഡ് കളറാണ് വരിക. സോക്കറ്റ് ഒന്ന് അഴിച്ചിട്ടുണ്ട്. നമുക്ക് മൾട്ടിമീറ്റർ ആയിട്ട് എത്ര വോൾട്ട് വരുന്നുണ്ട് നോക്കാം, സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഒന്ന് എർത്ത് ബാറ്ററിയിൽ കൊടുക്കണം. പ്ലസ് വയർ, റെഡ് വയർ അതിന് ഔട്ട് ചെയ്യുന്ന വയറിലും കൊടുക്കണം. ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കണം. 10, 11. ഇപ്പോൾ റെഗുലേറ്ററിൻ്റെ കംപ്ലൈൻ്റ് ആണ്. റെഗുലേറ്റർ നമുക്കൊന്ന് അഴിച്ചു നോക്കാം. റെഗുലേറ്റർ അഴിച്ച് നമുക്കൊരു പുതിയ റെഗുലേറ്റർ ഇടാം. റെഗുലേറ്ററിൻ്റെ കംപ്ലൈൻ്റ് ആണ് ചാർജിങ്ങിൻ്റെ. ഇത് ഡോമിനറിൻ്റെ റെഗുലേറ്ററാണ്. റെഗുലേറ്റർ ഡോമിനർ സെയിം ആണ്. RC 200, 250, 390 എന്നീ വാഹനങ്ങളിൽ റെഗുലേറ്റർ യൂസബിൾ ആണ്. എന്തായാലും റെഗുലേറ്റർ വെച്ചതിന് ശേഷം എത്ര വോൾട്ട് ചാർജ് കയറുന്നുണ്ടെന്ന് നോക്കാം. വണ്ടി ഷാർട്ടാക്കാം. 13.46, 47. അപ്പോൾ ചാർജിങ് കപ്പാസിറ്റി കറക്റ്റായി ബാറ്ററിക്ക് ചാർജ് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ബാറ്ററി ഫുള്ളായിട്ട് ചാർജ് ആകുമ്പോൾ കറക്റ്റ് 14 മുകളിൽ കാണിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.